ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജഡായിപ്പാറയിലെ കേബിൾ കാറിൻ്റെ സൈഡിലായിട്ടാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ജസ്റ്റ് അങ്ങോട്ട് കയറണേ ഉള്ളൂ. ഇതാണ് സംഭവം. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിട്ട് ഞാനിത് കയറി. ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റക്കാണ് വന്നത്. ഇതെൻ്റെ ഫാമിലിയൊന്നും അല്ല കേട്ടോ. ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മൊത്തത്തിലുള്ളൊരു താഴത്തെ വ്യൂ മൊത്തം കിട്ടും. ജസ്റ്റ് ഒരു ആട്ടമൊക്കെ ഉണ്ടെങ്കിലും അടിപൊളിയാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മ കയറി ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് കയറി ഇറങ്ങാൻ നേരെ ചെല്ലുന്നത് ജഡായിപ്പാറയിലോട്ടാണ്. ഇതാണ് സംഭവം. ഇവിടെ എൻട്രൻസ് ഫീസായിട്ട് വരുന്നത് 236 രൂപയും നടന്നു പോകാനാണെങ്കിൽ 325 രൂപയും. 1 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന അവിടെ നിന്ന് ഇതിൻ്റെ പൊക്കത്ത് വരെ എത്തുവാനായിട്ട്. ആ സ്റ്റെപ്സ് ആകുമ്പോൾ 826 സ്റ്റെപ്സ് ഉണ്ടാവും. അതിനെക്കാട്ടും ഏറ്റവും നല്ലത് കേബിൾ കാർ തന്നെയാണ്. അതിലാണ് നമ്മളിപ്പോൾ വന്നത്, കണ്ടില്ലേ. അതിനാകുമ്പോൾ എൻട്രൻസ് ഫീസും അതിൻ്റെ കേബിൾ കാറിൻ്റെ ചാർജും കൂടി കൂട്ടി 555 രൂപ വരും ഒരാൾക്ക്. ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 AM to 5:30 വരെയാണ് ഇതിൻ്റെ സമയം. ഇത് വീക്കെൻഡിലാകുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 64 ഏക്കറാണ് ഈ പാർക്കിൻ്റെ ആകെയുള്ള വിസ്തീർണം. സംവിധായകനായ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നിർമ്മിച്ചത്. പൊതു സ്വകാര്യ പങ്കാളത്തിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര പദ്ധതിയാണിത്. ജഡായു പക്ഷിശില്പത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള എൻട്രൻസ് ആയിട്ടുള്ള പ്ലേസാണ് ഇത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉള്ളിലോട്ട് ഇപ്പോൾ ആരും കയറ്റുന്നില്ല. 100 കോടി ചിലവിൽ പണിതുയർത്തുന്ന പാർക്കിൽ ഒരു 60 തിയേറ്ററും മുകളിലേക്ക് സഞ്ചരിക്കാൻ 1 കിലോമീറ്റർ ദൂരത്തിൽ കേബിൾ കാർ സംവിധാനവും ഒരു ഡിജിറ്റൽ മ്യൂസിയവും തുടങ്ങിയ സംവിധാനങ്ങൾ എല്ലാം ഈ പദ്ധതിയിലുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി മുകളിലായിട്ടാണ് ഈ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്നത്. ഇത് തുറന്നു കൊടുത്തത് ജൂലൈ 4, 2018. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നതെന്ന് വെച്ചാൽ രാമൻ്റെ ഒരു ടെമ്പിൾ കൂടി ഇതിൻ്റെ തൊട്ടരിയത്ത് തന്നെ ഉണ്ട്. അങ്ങോട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം ഈ പക്ഷിശില്പത്തിൻ്റെ ചിറകുകൾ ഇങ്ങനെ തൊട്ടരിയത്തായിട്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു മറ്റേ ഇതളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന, പൂവിൻ്റെ ഇതളുകളൊക്കെ നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. നല്ല രസമാണ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇത് കാണാനായിട്ടും. നല്ല ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയാണ്. ഇതിവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയായിരിക്കും. നല്ല രസമായിരിക്കും ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ട്. ഈ പക്ഷിശില്പത്തിന് 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവും ഈ ശില്പത്തിനുണ്ട്. ഇവിടെയുള്ള പക്ഷിശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായിട്ടാണ് പറയുന്നത്. രാമായണത്തിലെ രാവണനും ജഡായും തമ്മിലുള്ള യുദ്ധം ഇവിടെ വെച്ചാണ് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുണ്യസ്ഥലം കൂടിയാണ് ഈ ജഡായിപ്പാറ. അതിൻ്റെ തൊട്ടരികത്ത് തന്നെ ഒരു ടെമ്പിളും കൂടിയുണ്ട്. ആ ടെമ്പിളാണ് ഇതേ ബാക്കിൽ കാണുന്നത്. ഇതൊരു രാമൻ്റെ ടെമ്പിളാണ്. രാമനാണ് ഇതിൽ പ്രതിഷ്ഠ. ഇവിടുത്തെ പ്രധാന വഴിപാട് ഈ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അതിനായി തൊട്ടരികത്ത് തന്നെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നേരത്തെ ഇവരുടെ ഭക്ഷണം കൊടുക്കാം. അതിനായി ശാന്തി നമ്മൾ രസീത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ശാന്തി നമുക്ക് അതിനായിട്ടുള്ള ഫുഡ് എടുത്ത് തരും. അത് നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഇതൊരിക്കലും അറ്റാക്ക് ചെയ്യുകയോ നമ്മൾ ആക്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതോർത്ത് ആരും പേടിക്കുകയോ വേണ്ട. ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത് വന്നിരിക്കും, നമ്മളായിട്ട് കൈയടിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ കാണുന്നതാണ് രാമൻ്റെ കാൽ പതിഞ്ഞ പ്ലേസ്. ഇവിടുത്തെ ഈ ടെമ്പിൾ അയോധ്യയിൽ രാമൻ്റെ ടെമ്പിൾ പണിത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഈ ടെമ്പിൾ പണിതിരിക്കുന്നത്.
തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജഡായു ശില്പവും, തൊട്ടടുത്ത് തന്നെയാണ് ഈ ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. ഒരു പുണ്യസ്ഥലം പോലെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ രാമൻ്റെ കാൽ പതിഞ്ഞ സ്ഥലം, ജഡായു രാവണ യുദ്ധം നടന്ന സ്ഥലം, ഈ രണ്ടും കൊണ്ട് ഈ സ്ഥലത്തെ പുണ്യമാക്കുന്നു. ഒരു ദിവസം എല്ലാവർക്കും വന്ന് കണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസാണ് ഈ കൊല്ലം ജില്ലയിലുള്ള ചടയമംഗലത്തുള്ള ജഡായു പാറ. നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലേസാണ്. എല്ലാവരും ഈ പ്ലേസിൽ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് നോക്കുക. നല്ലൊരു പ്ലേസാണ്. നിങ്ങൾ ഫാമിലിയായിട്ടും എല്ലാവരുമായിട്ടും ഇവിടെ വന്ന് കാണുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഇവിടെ ഗൂഗിൾ പേയോ സ്കാൻ ചെയ്ത് പൈസ കൊടുക്കുകയോ ഒന്നും തന്നെ നടക്കുന്നതല്ല. നിങ്ങൾ ക്യാഷായിട്ട് തന്നെ കയ്യിൽ കരുതുക. അത്യാവശ്യം 555 രൂപ വരും ഒരാൾക്ക്. ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലോട്ട് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് പിള്ളേർക്ക് കളിക്കാനും കുറച്ച് ചെറിയ 3D കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ ലൈറ്റ് ഫുഡും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നല്ല പൈസയാണ്. ഇവിടെ ടിക്കറ്റ് റേറ്റും നല്ല റേറ്റാണ്. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഇതെല്ലാം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ എല്ലാം വാല്യൂ ഫോർ മണി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും തീർക്കാനുണ്ട്. അതെല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇതൊരു കിഡിലം പ്ലേസായിട്ട് മാറും. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസായിട്ട് ഈ ജഡായു പാറ മാറും. അത്യാവശ്യം എന്താ പറയുക, ഷൂട്ടിങ്ങിനും എല്ലാത്തിനും പറ്റുന്ന ഒരു കിഡിലം പ്ലേസാണ്. ശരിക്കും എല്ലാത്തിനും നന്ദി പറയേണ്ടത് രാജീവ് അഞ്ചൽ നമ്മുടെ ഡയറക്ടറിനാണ്. പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇത്രയും ഭംഗിയായി ഈ ശില്പം ഈ കൊല്ലം ജില്ലയിൽ ഈ ജഡായു പാറയിൽ നിർമ്മിച്ചത്. അദ്ദേഹത്തിന് ശരിക്കും നന്ദി പറഞ്ഞേ പറ്റൂ. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിനും നല്ല രീതിയിൽ നല്ല ക്ലീനായിട്ട് ഇവിടെ എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ വെള്ളത്തിനായിട്ട് ഇവർ ചെറിയൊരു ഡാമും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളം ഇതെല്ലാം കെട്ടി വെക്കുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോയിൽ ഇനി എല്ലാവരും കാണുക വീഡിയോ മൊത്തം. അപ്പോൾ ഓക്കെ, ബൈ.